ഇവിടെ സോഫയുണ്ട്. പിന്നെ ഇവിടെ ചെയർ കാണാൻ സാധിക്കും. ഇവിടെ വരികയാണെങ്കിൽ ഇതിലും ലൈറ്റ് ഒരു ഗൈസ്, നമ്മൾ അൾട്രാ ലക്ഷറി ക്രൂസ് ലൈൻ്റെ ഗസ്റ്റ് ക്യാബിൻ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നത്തെ വ്ളോഗിൽ. സോ ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് 5 സ്റ്റാർ ക്രൂസ് ലൈനിലുള്ള ഫെസിലിറ്റിയാണ്. അത് ഗസ്റ്റ് ക്യാബിനിലെ ഫെസിലിറ്റികളാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഉള്ളത് ഇവർ പെർ ഡേ ചാർജ് ചെയ്യുന്നത്. പെർ ഡേ $1000 അതിൻ്റെ റെൻറ്റ് വരുന്നത്. സോ പെർ ഡേ $1000 ചാർജ് ചെയ്യുന്ന ക്യാബിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇത് 5 സ്റ്റാർ അൾട്രാ ലക്ഷറി ക്രൂസ് ലൈനാണ്. സോ നമ്മൾ ഇന്നത്തെ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സ്റ്റാർ ക്രൂസ് ലൈനാണ്. സോ അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഈ ക്യാബിലുള്ള എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ഈ വ്ളോഗിലൂടെ കാണാം. സോ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇത് ഇവിടുത്തെ ക്യാബിൻ്റെ മെയിൻ ഡോറാണ്. സോ നമ്മൾ എല്ലാ ഷിപ്പിലും ഉള്ളതുപോലെ തന്നെ ഇതിൽ കാണാൻ സാധിക്കും. ഇതിൽ സേഫ്റ്റി സൈനാണ് കൊടുത്തിരിക്കുന്നത്. സോ എനിക്ക് അല്ല സേഫ്റ്റി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൈഫ് ബോട്ട് ധരിക്കേണ്ടത് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. സോ ഇവിടുത്തെ ഇതിൻ്റെ സ്വിച്ചാണ്, ക്യാബിൻ്റെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ 2 സ്വിച്ചുകളാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ക്യാബിൻ വരുന്നത്. നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള ക്യാബിനാണ്. സോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവരുടെ ബാത്റൂമാണ്. നമുക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ട് എൻ്റെ ബാത്റൂം എങ്ങനെയുണ്ടെന്ന് ഫസ്റ്റ് നോക്കാം. സോ ഇവിടെ കാണുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ബാത്റൂമിൻ്റെ സ്വിച്ചാണ്. സോ ബാത്റൂം ആണ് ഇവിടുത്തെ കാണുന്നത്. നല്ല സെയിം തന്നെ 5 സ്റ്റാർ ഹോട്ടൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ടൈലുകളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടോയ്ലറ്റാണ് ഈ കാണുന്നത്. സോ നമുക്ക് ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ കാണാൻ സാധിക്കും ബാത്ത് ടബ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള റൂമാണ്. സോ തന്നെ സൈഡിൽ തന്നെ ടൈലൊക്കെ വെച്ചിട്ടുണ്ട്. സോ മുകളിൽ LED ലൈറ്റ്സ്, ഗ്ലാസ് കവേർഡ് ആയിട്ട്. ഇതാണ് എൻ്റെ ബാത്ത് ടബ്. സോ ഇതൊക്കെ എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സോപ്പുകളാണ്. ഇത് കാണാൻ സാധിക്കും മെയ്ഡ് ഇൻ ഇറ്റലിയുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള സോപ്പാണ്. സോ ഇവിടെയും കാണാൻ സാധിക്കും ഫുള്ളും പെർഫ്യൂം. ഇത് ലോഷനാണ്. എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പെർഫ്യൂം സോപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സോപ്പാണ്. ഇത് ഇവിടുത്തെ ടോയ്ലറ്റ്. സോ സൈഡിൽ തന്നെ കുളിക്കാൻ വേണ്ടി തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഷവർ അതിൽ തന്നെ ഡബിൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതി. സോ നമുക്ക് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ കുളിക്കുന്ന സ്ഥലം. ഇത് ഷവർ. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇതൊക്കെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിനി റൂമിൻ്റെ അകത്തോട്ട് പോവാം. കാണാൻ സാധിക്കും എല്ലാം ടവലുകൾ എല്ലാം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓരോ ഗസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓരോ 1 വീക്കിൻ്റെ ക്രൂസ് ആയിരിക്കും. ആ ക്രൂസിൽ ഗസ്റ്റ് ഓൺ ബോർഡ് വരുന്ന സമയത്ത് ഹൗസ് കീപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. സോ നമുക്കിനി ഉള്ളിലോട്ട് മൂവ് ചെയ്യാം. സോ നമുക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെല്ലാം കാർപ്പറ്റാണ്. നല്ല ഹൈ ക്വാളിറ്റിയാണ് കാർപ്പറ്റ്. സോ ഇവിടെ തന്നെ ഒരു മിറർ കാണാൻ സാധിക്കും. കുറച്ച് ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ ഫസ്റ്റ് കബോർഡ്, അതിൽ തന്നെ ഐസ് ക്യൂബ്. ഇത് ഐസ് ക്യൂബ് എടുക്കാനുള്ള പാത്രമാണ്. സെയിം തന്നെ വെള്ളം എടുക്കാനുള്ള പാത്രം, പിന്നെ ഓപ്പണർ, ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ തന്നെ ഒരു കബോർഡുണ്ട്. കബോർഡിനകത്ത് റെഫ്രിജറേറ്റർ. നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെയും കബോർഡ് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്യാനുള്ള സ്ഥലമാണ് കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നെക്സ്റ്റ് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്യാനുള്ള ആങ്കറൊക്കെയാണ് ഈ കാണുന്നത്. സോ ഇതാണ് ഇവിടുത്തെ കബോർഡ്. മുകളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ വോളിൽ ലൈറ്റ് കാണാൻ സാധിക്കും. സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് ഇത് പ്രസ് ചെയ്താൽ മതി. സോ
ഇതാണ് വോൾ ലൈറ്റ്. താഴെ തന്നെ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 220 അതായത് 220 വോൾട്ടിൻ്റെ ചാർജ് ചെയ്യാൻ പറ്റിയ പ്ലഗാണ് കാണുന്നത്. അത് സോക്കറ്റാണ് കാണുന്നത്. ഇപ്പോഴത്തേക്ക് വരികയാണെങ്കിൽ ടൈം പീസ് കാണാൻ സാധിക്കും. ഇവിടെയും കബോർഡുണ്ട്. ഇതാണ് ഇവരുടെ ബെഡ്. ഇതാണ് ഈ ക്രൂയിസ് ലൈൻ, 5 സ്റ്റാർ ക്രൂയിസ് ലൈനിൻ്റെ ബെഡാണ് ഈ കാണുന്നത്. നമുക്ക് അവിടെയും വാൾ ലാമ്പുണ്ട്, 2 വാൾ ലാമ്പുണ്ട്. പിന്നെ അവിടെയും കാണാൻ സാധിക്കും, അവിടെ ഒരു വാൾ ലാമ്പുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ TV ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സോഫയുണ്ട്. പിന്നെ ഇവിടെ ചെയർ കാണാൻ സാധിക്കും. ഇവിടെ വരികയാണെങ്കിൽ ഇതിലും ലൈറ്റ് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഓണാക്കേണ്ട സമയത്ത് നമുക്ക് മുഖമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്പ്ലേ ലൈറ്റാണ് കാണുന്നത്. പിന്നെ വാളിൽ TV കാണാൻ സാധിക്കും. സാംസങ്ങിൻ്റെ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ TV ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല അടിപൊളി കബോർഡാണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്നിട്ട് നല്ല അടിപൊളി വ്യൂ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഉള്ളത് ബ്രസീലാണ്. ഇത് ആമസോൺ ഫോറസ്റ്റ് ആണ് കാണുന്നത്. സോ ഇവിടെ നിന്നാലും നമുക്ക് നല്ല അടിപൊളി വിഷ്വൽസ് കാണാൻ സാധിക്കുന്നതാണ്. സോ വോളിൽ തന്നെ അടിപൊളി പെയിൻറ്റിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോഫയൊക്കെ നല്ല അടിപൊളി സോഫയാണ്. നല്ല സൂപ്പർ ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും എമൗണ്ട് മേടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇങ്ങനെയൊക്കെയാണ് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് TVയുടെ റിമോട്ടാണ് ഈ കാണുന്നത്. ഇപ്പോൾ TV ഓണാക്കാനാണെങ്കിൽ ഇത് പ്രസ് ചെയ്യുക. സോ സാംസങ്ങിൻ്റെ സ്മാർട്ട് TV ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ തന്നെ ഫോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിനാണെങ്കിൽ അവർ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഇത് ഡിറ്റക്ടർ, സ്പ്രിംഗ്ലർ, പിന്നെ വൈഫൈയുടെ സിസ്കോ വൈഫൈ. ഇതാണ് ഓൺ ബോർഡ്. നമുക്കിപ്പോൾ ഏത് ചാനൽ വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൈനിങ്, പിന്നെ ഓൺലൈൻ. ബെഡൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളി ബെഡാണ്. ഇതാണ് 5 സ്റ്റാർ ക്രൂയിസ് ലൈൻ്റെ ഇൻസൈഡിലുള്ള വ്യൂ. പല ഷിപ്പുകളും പല രീതിക്കാണ് അവർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുപോലെ ആയിരിക്കില്ല ഇനി അടുത്ത ക്യാബിൻ. ഓരോ ക്യാബിൻസും ഡിഫറൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ഓരോ റേറ്റും അതനുസരിച്ചിട്ടാണ് അവർ വാങ്ങുന്നത്. ഗൈസ്, ഈ 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഷിപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ 6 സ്റ്റാറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി സൂപ്പർ ആയിരിക്കും അതിൻ്റെ ക്യാബിനുള്ള. സോ ഈ ബെഡൊക്കെ നല്ല അടിപൊളി ബെഡാണ്. എന്തായാലും നല്ലൊരു അടിപൊളി വ്യൂ ആയിരിക്കും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നല്ല അടിപൊളി ഫെസിലിറ്റി ഉള്ള ഷിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ക്രൂയിസ് ലൈനിൻ്റെ ക്യാബിൻ. നെക്സ്റ്റ് ടൈമിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു ദിവസം തന്നെ ഒരു 5,000 to 8,000 ചാർജ് ചെയ്യുന്ന ക്യാബിനുകൾ വരെ ഈ ഷിപ്പിലുണ്ട്. നമുക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവിടെ പോയിട്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾക്കൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ആ ക്യാബിൻ. നല്ല അടിപൊളി വ്യൂ ആണ് ആ ക്യാബിൻ്റെ അകത്ത്. അത്രയും റേറ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. 5,000 to 8,000 അതിൻ്റെ അബോവ് ആണ് പെർ ഡേ. ഒരു ദിവസം ചാർജാണ് അതിൻ്റെ വരുന്നത്. ഈ ക്യാബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ചാർജ് ചെയ്യുന്നത് $1,000 അതിനാണ് അതിൻ്റെ ഡിഫറൻസ് കിട്ടുന്നത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും see you and bye bye.